പലസ്തീൻ സിവിലിയന്മാർക്ക് നേരെയുള്ള അക്രമവും വെടിവെപ്പും ഹമാസ് അവസാനിപ്പിക്കണമെന്ന് US സെൻട്രൽ കമാൻഡ്. അതേസമയം ഇസ്രായേൽ 45 പേരുടെ മൃതദേഹങ്ങൾ കൈമാറിയതായി ഹമാസ് സ്ഥിരീകരിച്ചു. ഹമാസ് രാത്രിയിൽ കൈമാറിയ 4 മൃതദേഹങ്ങളിൽ 1 ബന്ദിയുടേതല്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. അജയ്, എന്താണ് ഇപ്പോൾ നിലവിലെ അവിടുത്തെ ഒരു സാഹചര്യം? ഈ ഗാസ സമാധാന പദ്ധതിയുടെ കരാറിന്റെ 1ാം ഘട്ടം നടപ്പിലായി മുന്നോട്ട് വരുമ്പോൾ പലതരത്തിലുള്ള അസ്വാരസ്യങ്ങളും ഇരു വിഭാഗങ്ങൾക്കുമിടയിൽ പുകയുന്നതൊക്കെ നമ്മൾ കണ്ടു. അതിനിടയിൽ ഇപ്പോൾ US സെൻട്രൽ കമാൻഡ് ചില നിർദ്ദേശങ്ങൾ വരുന്ന സാഹചര്യവുമുണ്ട്. എന്താണ് നിലവിലത്തെ ഒരവസ്ഥ? ആര്യ, US-ന്റെ നിർദ്ദേശം അനുസരിച്ച് ഈ തിങ്കളാഴ്ചയായിരുന്നു മുഴുവൻ ഈ ബന്ദികളെയും അതുപോലെ തന്നെ മരിച്ച ആളുകളുടെ മൃതദേഹങ്ങൾ ഉൾപ്പെടെ കൈമാറാനുണ്ടായിരുന്ന സമയപരിധി അവസാനിക്കുന്നത്. എന്നാൽ ഇപ്പോഴും ഈ മൃതദേഹങ്ങളുടെ കൈമാറ്റം പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ പക്കലുള്ള ബന്ദികൾ മുഴുവൻ പേരെയും, ഏതാണ്ട് 2000-ഓളം ബന്ദികൾ ഉണ്ടായിരുന്നു, ഇവരെ മുഴുവൻ പേരെയും ഇപ്പോഴും ഇവരുടെ കൈമാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ് റെഡ് ക്രോസ് വഴി. അതുപോലെ തന്നെ ഈ മൃതദേഹങ്ങളുടെ കൈമാറ്റത്തിൽ അത് US-ന്റെ വ്യവസ്ഥ അനുസരിച്ച് ഈ മരിച്ച ആളുകളുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം കൈമാറണം. ഇല്ലെങ്കിൽ എത്ര പേർ മരണപ്പെട്ടു എന്നുള്ളത് വ്യക്തമാക്കണം, മരണപ്പെട്ട ആളുകളുടെ പേര് വിവരങ്ങൾ വ്യക്തമാക്കണം. അതിനുശേഷം ഉടൻ തന്നെ ഈ മൃതദേഹങ്ങൾ അല്ലെങ്കിൽ ശരീരാവശിഷ്ടങ്ങൾ അത് കൈമാറാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഹമാസിൻ്റെ പക്കൽ ഇപ്പോഴും തങ്ങളുടെ പൗരന്മാരുടെ മൃതദേഹങ്ങളുണ്ട്, അത് വിട്ടു നൽകാൻ തയ്യാറാകണം എന്നുള്ളൊരു ആവശ്യവുമായി ഇസ്രായേൽ രംഗത്തെത്തിയിരുന്നു. ഇത് കാരണമാണ് പ്രധാനമായിട്ടും ഈ റഫ അതിർത്തി, ഈ ഗാസയിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു മേഖലയായിട്ട്, ഒരു അതിർത്തി ഇടനാഴിയായിട്ടുള്ള റഫ അതിർത്തി തുറന്നു കൊടുക്കാൻ ഇസ്രായേൽ വിസമ്മതിച്ചിരുന്നു. ഇസ്രായേൽ പറഞ്ഞിരുന്നത് ഇത് തുറന്നു കൊടുത്താൽ ഈ ഹമാസ് മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുന്നത് ഇനിയും വൈകിപ്പിക്കും, അതുകൊണ്ട് ഇത് തുറന്നു കൊടുക്കാൻ സാധിക്കില്ല എന്നൊരു രീതിയിലായിരുന്നു ഇസ്രായേൽ ഇതുവരെ മുന്നോട്ട് പോരുന്നത്. എന്നാൽ ഈ അതിർത്തി, റഫ അതിർത്തി ഇന്ന് തുറന്നു കൊടുക്കും എന്നാണ് നിലവിലെ വിവരം. ഈ ഹമാസ് 2 ദിവസങ്ങളിലായിട്ട് 4 പേരുടെ മൃതദേഹങ്ങൾ വെച്ച് കൈമാറിയിരുന്നു. തിങ്കളാഴ്ച 4 പേരുടെ മൃതദേഹങ്ങൾ കൈമാറി, ചൊവ്വാഴ്ച 4 പേരുടെ മൃതദേഹങ്ങൾ കൈമാറി. അപ്പോൾ ഇത് കാരണമാണ് ഈ അതിർത്തി തുറന്നു കൊടുക്കാനായിട്ട് നിലവിലൊരു ധാരണയായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ അവർ നിലവിൽ ഇതുവരെ 90 പേരുടെ മൃതദേഹങ്ങൾ കൈമാറിയിട്ടുണ്ട്. ഈ മൃതദേഹങ്ങൾ കൈമാറിയതിന് പിന്നാലെ ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ പരസ്പരം ചില ആരോപണങ്ങളും വരുന്നുണ്ട്. പ്രധാനമായിട്ടും ഇസ്രായേൽ പറയുന്നത് ഹമാസ് കൈമാറിയ 4 പേരിൽ, ചൊവ്വാഴ്ച കൈമാറിയ 4 മൃതദേഹങ്ങളിൽ ഒരാളുടെ മൃതദേഹം അത് ഈ ബന്ദികളിൽ ഒരാളുടേതായിരുന്നില്ല എന്നൊരു ആരോപണം ഇസ്രായേൽ പറയുന്നുണ്ട്. ഇതിനു മുൻപേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനു മുൻപേ ഒരു തവണ വെടിനിർത്തൽ വന്ന സമയത്ത് ഹമാസ് ചില മൃതദേഹങ്ങൾ കൈമാറിയിരുന്നു. അന്നും ഒരു മൃതദേഹം ഇതുപോലെ ബന്ദിയുടേതല്ലാത്ത ഒരു കാര്യമുണ്ടായിരുന്നു. DNA പരിശോധനയിൽ ഉൾപ്പെടെ ഇത് സ്ഥിരീകരിച്ചതാണ്. ഇത് ഇസ്രായേൽ വലിയ തരത്തിലുള്ള പ്രകോപനമാണ് ഹമാസ് നടത്തിയതെന്ന് ഉൾപ്പെടെ പറഞ്ഞിരുന്നു. എന്നാൽ 2 ദിവസം കഴിഞ്ഞ് ഈ മൃതദേഹം തിരിച്ചു കൊടുക്കുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ഈ ഹമാസ് ഉന്നയിക്കുന്ന അല്ലെങ്കിൽ പലസ്തീൻ അധികൃതർ ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇസ്രായേൽ മൃതദേഹങ്ങൾ കൈമാറുമ്പോൾ മരിച്ച ആളുകളുടെ പേര് വിവരങ്ങൾ അല്ലെങ്കിൽ അവരുടെ ID ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതൊന്നും കൈമാറുന്നില്ല. ഇത് കാരണം അവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇത് മരിച്ച പലസ്തീൻ പൗരന്മാരുടെ മൃതദേഹങ്ങൾ തന്നെയാണോ എന്ന് തന്നെ സ്ഥിരീകരിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് പറയുന്നു. പ്രധാനമായിട്ടും ഈ ഖാൻ യൂനിസിലുള്ള നാസർ ആശുപത്രി, അവിടെയാണ് ഇപ്പോൾ നിലവിൽ ഒരു ചികിത്സാ സൗകര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളെല്ലാം ഉള്ളത്. അതുപോലെ അൽഷിഫ ആശുപത്രി, ഇവിടങ്ങളിലൊക്കെയാണ് ഈ സംവിധാനങ്ങളുള്ളത്. പക്ഷേ ഈ DNA പരിശോധിക്കാനുള്ള സംവിധാനം, അതുപോലെ തന്നെ പുതിയ ഈ മരിച്ച ആളുകളെ തിരിച്ചറിയാനുള്ള മറ്റ് ആധുനിക സൗകര്യങ്ങൾ, ഇവയെല്ലാം നശിച്ച അവസ്ഥയാണ്. അതുകൊണ്ട് മരിച്ച ആളുകൾ ആരാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയാണെന്ന് പലസ്തീൻ അധികൃതർ പറയുന്നു. അതുപോലെ അവർ ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് ഈ കൈമാറിയ ആളുകളുടെ ശരീരത്തിൽ അത് മർദ്ദനമേറ്റ പാടുകൾ ഉണ്ടായിരുന്നു, കൈ പിന്നിലേക്ക് വെച്ച് കൂട്ടിക്കെട്ടിയ പാടുകൾ, തലയിൽ വെടിവെച്ച പാടുകൾ. അപ്പോൾ ഇവർ ആരോപിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നാസർ ആശുപത്രിയിലെ ഡോക്ടർമാരാണ് ഇക്കാര്യം പറഞ്ഞത്. മരിക്കുന്നതിന് മുൻപ് പലസ്തീൻ പൗരന്മാർ കടുത്ത ക്രൂരതകൾക്ക്, പീഡനങ്ങൾക്കും വിധേയമായിരുന്നു എന്ന് അവർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഈ മരിച്ചവരുടെ മൃതദേഹങ്ങൾ കൈമാറുന്നതിൻ്റെ പേരിൽ തന്നെ ഇത്തരത്തിലൊരു അസ്വാരസ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2ാം ഘട്ട ചർച്ചകൾ ഇനിയും ആരംഭിക്കാനുണ്ട്. തീർച്ചയായിട്ടും ഈ 2ാം ഘട്ട ചർച്ചയിലാണ് ഇരു ഹമാസിനുമിടയിലും അതുപോലെ ഇസ്രായേലിനുമിടയിലെ തർക്ക വിഷയങ്ങൾ നിലനിൽക്കുന്നത്. തീർച്ചയായും അജയ് സുധ ബിജു ആണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.